ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷോപ്പ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. റിബൺ കട്ട് ചെയ്യാനുള്ള സമയമായി നല്ല നേരമായി എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി പറയുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരാൾ വരാനുണ്ട് എന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ നോക്കി നിൽക്കെ വർഷയുടെ അമ്മ വന്നിട്ട് കാറിന്ന് ഇറങ്ങുവാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ഓടി അരികിലേക്ക് ചെല്ലുന്നുണ്ട്. മഹിമേ, നീ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. മഹിമയെ കണ്ട ഉടനെ തന്നെ വർഷയും അങ്ങോട്ടേക്ക് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അമ്മ വരുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് വർഷയെ ഞാൻ പറയാണ്ടിരുന്നതാണ്, ഒരു സർപ്രൈസ് ആവട്ടെ എന്നുള്ള കാര്യം വിചാരിച്ചു എന്ന് ചന്ദ്രമതി വർഷയുടെ അടുത്ത് പറയാണ് കേട്ടോ. എന്തായാലും ആന്റി വന്നതിൽ ഒരുപാട് സന്തോഷം, വരൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് അവരെ സ്വീകരിച്ചു കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അങ്ങനെ റിബൺ കട്ട് ചെയ്യാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി കയറി നിൽക്കുമ്പോൾ രവി പറയുന്നുണ്ട് അമ്മയുടെ കൈകൊണ്ട് തന്നെ ആ കത്രിക എടുത്ത് കൊടുക്കും. ചന്ദ്ര അത് കട്ട് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അച്ഛമ്മ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ആ കത്രിക മേടിച്ചിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അതിനുശേഷം റിബൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്ന് ഉള്ളിലേക്ക് കയറുവാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് രവി ചോദിക്കുന്നുണ്ട്, അല്ല രേവതി, നിന്റെ വീട്ടിൽ നിന്ന് ആരും വന്നില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇല്ല അച്ഛ, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല എന്നുള്ള കാര്യം പറയാണേ. അല്ലെങ്കിലും വിളിച്ചു കൂട്ടിക്കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പോ അവര് വന്നിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? ഇതെല്ലാം കണ്ടിട്ട് അസൂയ തോന്നും. എന്നാ വർഷയുടെ അമ്മ വന്നിട്ടുണ്ട്, അവര് വലുതായിട്ട് എന്തെങ്കിലും മേടിക്കും. അവരൊക്കെ വന്നാൽ മാത്രമേ നമുക്ക് ഗൗരവം ഉണ്ടാവുള്ളൂ. ചന്ദ്രേ, ഇവിടെ നല്ല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നിന്റെ വായ വെച്ച് നിനക്ക് മിണ്ടാതിരിക്കാൻ അറിയത്തില്ലേ? ആരെങ്കിലും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ വിചാരിക്കുക? ഇതൊന്നും ഒട്ടും ശരിയല്ല, ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും രവിയുടെ സംസാരം കേൾക്കുമ്പോൾ ബാമയ്ക്കോ അത്ര ശരിയായിട്ട് തോന്നുന്നില്ല കേട്ടോ. അപ്പോഴും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതിയെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് രവി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ അവളെ പേടിപ്പിക്കുന്നത് എന്നുള്ള കാര്യം. അതിന്റെ ഇടയ്ക്ക് ചന്ദ്രേ നീ വാ എന്ന് പറഞ്ഞിട്ട് ബാമ നൈസായിട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ. അവര് പോയി കഴിഞ്ഞതിന് ശേഷം രവി പറയുന്നുണ്ട്, അവള് പറയുന്ന കാര്യമൊന്നും നീ അത്ര കാര്യമാക്കി എടുക്കണ്ട, അതൊക്കെ വിട്ടേക്ക് എന്ന് പറയുമ്പോൾ അമ്മയെ വിളിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവര് അപമാനിക്കപ്പെടും. അതുകൊണ്ടാണ് ഞാൻ അച്ഛ വിളിക്കാണ്ടിരുന്നത്. അത് കേൾക്കുമ്പോൾ രവിക്കും ആകെ എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ രവി അവിടുന്ന് പോവാണേ. അങ്ങനെ രേവതി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അതൊന്നും ശ്രദ്ധിക്കാതെ സച്ചി വന്ന് പറയുന്നുണ്ട്, മിക്സി വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നീ നോക്കിക്കോ, ഇതെല്ലാം ആ സൈഡിലാണെന്ന് പറയുമ്പോൾ രേവതി പ്രത്യേകിച്ച് ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോഴാണ് സച്ചി രേവതിയുടെ മുഖത്തേക്ക് നോക്കുന്നത്. എന്താ നിന്റെ മുഖം ഡല്ലായിട്ട് ഇരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയാണേ. അത് കേൾക്കുമ്പോൾ വാ എന്ന് പറഞ്ഞിട്ട് സച്ചി കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ബാക്കിയുള്ളവർ എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രുതി ഇരിക്കാൻ വേണ്ടി പോകുന്ന ആ മാനേജർ കസേര ഉണ്ടല്ലോ, അവിടെ അടുത്ത് ഒരു ചെറിയ വിളക്ക്, അതുപോലെ ഭഗവാന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ തിരി കൊളുത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ശ്രുതി. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് ചന്ദ്രമതി, ശ്രുതി നീ അവിടെ പോയി ഇരിക്കടാ എന്ന് പറയണേ. അപ്പോഴേക്ക് ശ്രുതിയും പറയുന്നുണ്ട്, ശ്രുതി ചെന്ന് ഇരിക്കേ. ശ്രുതി ഉള്ളിലേക്ക് കയറിയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും അവിടുത്തെ ആദ്യത്തെ ഓണർ വരുന്നുണ്ട് കേട്ടോ. അദ്ദേഹം വന്നിട്ട് ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ ചാവിയൊക്കെ കൈമാറാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ ആന്റിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ആന്റിയുടെ പേരിൽ തന്നെ കട ആരംഭിക്കുന്നത്. ആന്റിയുടെ കൈകൊണ്ട് തന്നെ അത് മേടിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്ന് പറയാൻ കേട്ടോ. അയ്യോ ശ്രുതി, അതൊക്കെ എന്തിനാന്നുള്ള കാര്യമൊക്കെ ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും മടി കൂടാതെ ചെന്ന് മേടിക്ക് ചന്ദ്ര എന്നുള്ള കാര്യം പറയാണ് ബാമ. അങ്ങനെ രണ്ട് കൈ നീട്ടിക്കൊണ്ട് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. അത് ചന്ദ്രമതി മേടിച്ചതിന് ശേഷം അത് ശ്രുതിയുടെ കയ്യിലേക്ക് കൈമാറുവാണ്. അതിനിടയ്ക്ക് നമ്മുടെ അശോകൻ ചോദിക്കുന്നുണ്ട് കേട്ടോ രവിയുടെ അടുത്ത്, അല്ല രവി, നീ 50 ലക്ഷം മൊത്തമായിട്ട് അവന് കൊടുത്തതല്ലേ, എന്നിട്ട് നിന്റെ പെരുമയൊന്നും അവൻ പറയുന്നില്ലല്ലോ, അതിന്റെ ആവശ്യം എന്താണ്? ഞാൻ അങ്ങനെ പെരുമയ്ക്ക് വേണ്ടിയിട്ടില്ല, ഞാൻ എന്റെ കടമയാണ് ചെയ്തതെന്നുള്ള കാര്യം രവി പറയാണ്. അവിടുത്തെ സ്റ്റാഫ്സിനെ എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കേട്ടോ വിളിക്കുന്നത്. ഇവരൊക്കെ നമ്മുടെ കടയുടെ ആരംഭം മുതലുള്ള ആൾക്കാരാണ്. ഇവരെ കൂടെ ചേർത്തോളൂ, ഇവർക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് നന്നായിട്ട് അറിയാന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ തലയാട്ടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ആ പഴയ ഓണർ അവിടുന്ന് പോവാണ് കേട്ടോ ചെയ്യുന്നത്. പോകുന്നതിന് മുമ്പായിട്ട് രവിയുടെ അടുത്തും യാത്ര പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നല്ലൊരാളുടെ കയ്യില് കട ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ പോകുന്നതെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നന്നായിട്ട് അവര് നോക്കിക്കോളും സാർ, ശരി എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് സച്ചി രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് മിക്സി എന്തോ നോക്കണം എന്നല്ലേ പറഞ്ഞത്, വാ നോക്കാം എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ ശ്രുതി ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് അരികിലേക്ക് മീര ചെല്ലുന്നുണ്ട്. എന്നിട്ട് നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നുണ്ട്, എന്താന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ ഓൾറെഡി നീ ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പോരാത്തതിന് നിന്റെ അമ്മായിയപ്പന്റെ കാശില് ആണ് നീ ഈ കട ആരംഭിച്ചതെന്നുള്ള കാര്യം അറിഞ്ഞ എന്താവും അവസ്ഥ എന്നുള്ള കാര്യം ആലോചിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ ഇങ്ങനെ പോയ നീ തന്നെ ഒറ്റക്കൊടുക്കുന്ന പോലെ ഉണ്ടല്ലോ, മിണ്ടാതെ വാടി എന്ന് പറഞ്ഞിട്ട് മീരയെ ഞെട്ടിച്ചുകൊണ്ട് ശ്രുതി അവളെയും കൂട്ടിയിട്ട് അങ്ങ് പോവാണേ. ഇവിടെ ചേർന്നിട്ട് അവിടെ മിക്സിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിക്സിന്റെ വില കാണുന്ന സമയത്ത് എന്താ ഇത്രയും വിലയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ പണ്ട് അമ്മിക്കല്ലും ആട്ടുകല്ലും ഒക്കെ ആവുന്ന സമയത്ത് ആരോഗ്യം നന്നായിരുന്നു, ഇപ്പോ ഈ സാധനങ്ങളൊക്കെ വന്നത് കൊണ്ടാണ് എല്ലാവരുടെ ശരീരവും നല്ല രീതിയിലല്ലാതെ പോകുന്നത്. എന്നാ ഇത് വിൽക്കുന്നവരൊക്കെ നന്നായിട്ട് സമ്പാദിക്കുന്നുണ്ട്,
ഞാൻ വിചാരിച്ചു സച്ചേട്ടൻ എന്താ ഇങ്ങനെ പറയാത്ത എന്നുള്ള കാര്യം. നിങ്ങളെന്താ അമ്മിക്കല്ലാണോ അരയ്ക്കുന്നത്? ഞങ്ങൾക്കല്ലേ അത് ചെയ്യുന്നതിന്റെ കഷ്ടപ്പാട് എന്താന്നുള്ള കാര്യം അറിയുള്ളൂ. ഇതൊക്കെ കണ്ടുപിടിച്ചത് കൊണ്ടാണ് കുറച്ചെങ്കിലും ജോലിയൊക്കെ തീർത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. അതൊന്നും നിങ്ങൾക്ക് സഹിക്കുന്നില്ല അല്ലേ? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കാം. പഴയതുപോലെ എല്ലാവരും നടന്നിട്ടാ പോണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുമാനം വരുമായിരുന്നോ? അത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് പിന്നെ തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവാൻ കേട്ടോ. നീ എന്തോ നോക്കാന്നല്ലേ പറഞ്ഞത്? നീ നോക്ക, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ നോക്കാറുണ്ട്. നൈസായിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടേ. ചന്ദ്രയും ഭാവയും കൂടി ചേർന്നിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം മഹിമയാണെന്നുണ്ടെങ്കിൽ ഓരോരോ സാധനങ്ങൾ നോക്കുന്നുണ്ട്. ഇത് കണ്ട ഭാമ ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്ര, ഈ മഹിമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയെന്നല്ലാണ്ട് ഒന്നും വാങ്ങുന്ന മട്ടില്ലല്ലോ. അതൊക്കെ ഉറപ്പായിട്ടും വാങ്ങും. അതുകൊണ്ടാണ് അവര് വന്നേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. അപ്പോഴേക്കും മഹിമയ്ക്കരികിലേക്ക് ശ്രുതി ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താ ആന്റി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇത് വീട്ടിൽ സെൻട്രലൈസ്ഡ് എ സി പോലെ വെക്കുന്നതല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അങ്ങനെ അതിന്റെ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. എന്തായാലും ഞാൻ ഈ AC ബുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറയുമ്പോഴേക്കും ശ്രുതി, ആന്റി ഇതിന് 1.5 ലക്ഷം രൂപ വരെ വരും എന്നുള്ള കാര്യം പറയുമ്പോൾ അത് കുഴപ്പമില്ല, ഞാൻ ബുക്ക് ചെയ്യാണ്. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന ചന്ദ്രമതിയാണെന്നെ വാ പൊളിച്ചിങ്ങനെ നോക്കുവാണ്. കണ്ടില്ലേ ഭാമേ, ഞാൻ പറഞ്ഞില്ലേ 1.5 ലക്ഷം രൂപയുടെ മേടിക്കുന്നത്. ആ കൊള്ളാലോ ചന്ദ്രൻ, ആദ്യ ദിവസം തന്നെ നല്ല വ്യാപാരം നടക്കുന്നുണ്ടല്ലോ. അപ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരു മിക്സി എടുത്തു. ഇത് നമുക്ക് മേടിക്കാം, ഇതിന്റെ വില കമ്മിയാണെന്നുള്ള കാര്യം പറയുന്ന സമയത്ത് ശരി അത് എടുത്തോ, നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞിട്ട് എടുത്തോണ്ട് വരികയാണേ. അപ്പോഴേക്കും ശ്രുതി നമ്മുടെ മഹിമയുടെ കാര്യങ്ങളെല്ലാം സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവര് ഈ AC ബുക്ക് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് റെസിപ്റ്റ് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. ശരിയെന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടിക്കൊണ്ട് പോവാണ്. അങ്ങനെ ആ ഒരു 1.5 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നല്ലോ. അത് കാണുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ പാർക്കിലെ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്തായാലും ശ്രുതി കൊള്ളാലോ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിനക്ക് 1.5 ലക്ഷം രൂപയുടെ കച്ചവടം കിട്ടി. നിനക്ക് നല്ല നേരം ആലംബിച്ചു എന്നുള്ള കാര്യം തോന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ അത് തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ഞാൻ പറഞ്ഞതുപോലെ മൾട്ടി മില്യണർ ആയിട്ട് ഞാൻ വരാൻ വേണ്ടി പോകുന്നത് നോക്കുക എന്ന് പറയുമ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ശ്രുതി ഹാപ്പി ആണോ എന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ട് ശ്രുതിക്ക് അരികിലേക്ക് ചെല്ലുവാണ്. ചന്ദ്രമതി ഭാമയും കൂടി അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രേവതി അതുവഴി പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ. എന്താ രേവതി നിൽക്കുക എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കാണ്. മേടിച്ച സാധനത്തിന് കാശ് കൊടുക്കണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഓ ഇതാണോ മേടിച്ചത്? ഇതിന് 5000 രൂപ പോലും വരില്ലല്ലോ. അവിടെ വർഷയുടെ അമ്മ AC മേടിച്ചിട്ടുണ്ട്. ഇത് കേട്ടുകൊണ്ട് അച്ഛമ്മ അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും എന്താ, എല്ലാം സാധനം തന്നെയല്ലേ എന്നുള്ള കാര്യം അച്ഛമ്മ ചോദിക്കുമ്പോൾ, അച്ഛമ്മ അവര് സാധനമല്ല നോക്കുന്നത്, അതിലുള്ള വിലയാണ്. അവര് വലിയ വീട്ടിലെ ആൾക്കാരല്ലേ, അവര് വാങ്ങുന്നതാണ് രാശി എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചാൽ എന്താ കുഴപ്പമെന്ന് സച്ചിയുടെ അടുത്ത് ചന്ദ്ര ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ കച്ചവടം നല്ല വലിയ കച്ചവടമായിരിക്കണം. അത് മാത്രമല്ല അവരെ പോലെ വലിയ പണക്കാരടുത്ത് നിന്ന് ആദ്യം മേടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അധിഷ്ഠമായിട്ടിരിക്കും ചെയ്യും. ഈ പൂ കെട്ടുന്ന ആളുടെ കയ്യിൽ എന്ത് ഭാഗ്യം ഉണ്ടാവാനാണ്. കേട്ടില്ല രേവതി, നിന്റെ കൈ രാശിയല്ല, പാവം ഇവർക്ക് മാത്രമേ അത് അറിയാത്തുള്ളൂ. കാർ റോഡ് പോലെ ഇരുന്ന എന്റെ ജീവിതത്തെ വൈരക്കല്ല് പോലെ മാറ്റിയത് നീയാണ്. നീ വന്നതിന് ശേഷമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ നന്നായിട്ട് നടക്കുന്നത്. നിന്റെ രാശിയാണ് അതിന് കാരണം, അത് ഇവർക്ക് മനസ്സിലാവില്ല. സച്ചി അങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോ അച്ഛമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അതിന്റെ ഇടയിൽ കൂടെ കയറിങ്ങാണ്ട് നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്, ആന്റിക്കാണ് ഞങ്ങളുടെ ഫസ്റ്റ് ബില്ല്, ആന്റി വരൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആനയിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പുറകെ ചന്ദ്രമതിയും. അങ്ങനെ അവരെല്ലാരും കൂടെ പോയി നിൽക്കുവാണല്ലോ. രവിയും അതുപോലെ തന്നെ അശോകനും സച്ചിയും രേവതിയും അമ്മ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരുടെ ആ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് രവി പറയുന്നുണ്ട്, ഇത് അവന്റെ കടയാണ്, അവൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. രേവതി നീ ഇതൊന്നും മനസ്സിൽ വെക്കണ്ട. അപ്പോഴേക്കും ബില്ലടിച്ചിങ്ങാണ്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ മഹിമയ്ക്ക്. ഇത് 1.5 ലക്ഷം രൂപയാവുന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ആ പൈസ എടുത്തിട്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ശ്രുതി, ശ്രീകാന്തും അതുപോലെ വർഷയും രവിയുടെ കൂടെയാണ് കേട്ടോ നിൽക്കുന്നത്. ഇവരുടെ അരികിലേക്കൊന്നും ചെല്ലുന്നില്ല. ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ രേവതി. അല്ല രേവതി, നീ എന്തിനാ ഇതൊക്കെ കണ്ടിട്ട് ഫീൽ ചെയ്ത് വെക്കുന്നത്? അതവിടെ നിൽക്കട്ടെ. നീ ഇപ്പൊ എന്തിനാ മിക്സി മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, നമ്മുടെ വീട്ടിലെ മിക്സി നന്നായിട്ട് അരയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ മേടിക്കാന്ന് വിചാരിച്ചത്. ഇപ്പൊ അവരെല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് നിന്നെ നന്നായിട്ട് അരച്ചില്ലേ? ശരി, അത് വിട്ടേക്ക് സച്ചിയേട്ടാ. ഇന്നാണ് കട ആരംഭിച്ചത്. സച്ചിയേട്ടൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട എന്നുള്ള കാര്യം പറയുമ്പോൾ, ആര് ഞാനാണോ പ്രശ്നം ഉണ്ടാക്കിയത്? അല്ല, സച്ചിയേട്ടനൊന്നും സംസാരിക്കണ്ട, അത് മതി. നമ്മൾ കാരണം ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇതൊന്നും കണ്ടിട്ട് അച്ഛമ്മയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോഴേക്കും ബില്ലൊക്കെ മേടിച്ചിട്ട് നമ്മുടെ മഹിമയുടെ അടുത്ത് ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മഹിമ, ഒരുപാട് സന്തോഷമുണ്ട്. ഒരു വലിയ ആളുടെ കയ്യിൽ നിന്നാണ് എന്റെ മകൻ ഇന്ന് കച്ചവടം ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ മകൻ നല്ല രീതിയിൽ വളർന്നു വരും. അങ്ങനെ വർഷയുടെ കയ്യിൽ എന്തോ ഒരു സംഭവം ഉണ്ട് കേട്ടോ. രേവതി ചോദിക്കുന്നുണ്ട്, അല്ല വർഷ നീ എന്താ മേടിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഞാനൊരു ഹെയർ ഡ്രയർ മേടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് കടയിൽ വന്നതല്ലേ, എന്തെങ്കിലും മേടിക്കണ്ടേ എന്നുള്ള കാര്യം വർഷ ചോദിക്കാൻ കേട്ടോ. വർഷേ, രേവതി രണ്ടുപേരും വാ എന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ ബില്ലിംഗ് കൗണ്ടറിന്റെ അങ്ങോട്ടേക്ക് കൊണ്ടു ചെല്ലുവാണ് കേട്ടോ. രേവതി നിന്റെ സാധനം ബില്ല് ഏൽപ്പിക്കുക എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, വർഷ എന്തോ മേടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച്. ആദ്യം രേവതിയല്ലേ വന്നത്, എല്ലാവരും തനിയെ വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് മേടിച്ചത്. എന്നാൽ ഇത് ഇവള് വീട്ടിലേക്കുള്ള സാധനമായിട്ടാണ് മേടിച്ചിരിക്കുന്നത്. അത് നിന്റെ അമ്മായിമ്മയ്ക്ക് നിന്റെ ഗുണം മനസ്സിലാവില്ലടി എന്നുള്ള കാര്യം പറയുന്നുണ്ട് കേട്ടോ അച്ഛമ്മ. പണം കൊടുക്കാൻ വേണ്ടി പോകുന്നത്
എടാ നീ അച്ഛമ്മയുടെ അടുത്ത് പണം മേടിക്കോ എന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ എന്താ ഇപ്പൊ വാങ്ങിയാല് ഇത് ബിസിനസ് ചുമ്മാ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റോ, എന്താ നിന്റെ ഭാര്യ പറഞ്ഞോ ചുമ്മാ സാധനം മേടിക്കാൻ വേണ്ടിയിട്ടെന്ന് ചോദിക്കുകയാണെ ചന്ദ്ര. അത് കേട്ട ഉടനെ തന്നെ രവി ചോദിക്കുന്നുണ്ട്, അല്ല ചന്ദ്രെ നീ എന്തിനാ എല്ലാത്തിനും അവളെ തന്നെ കുറ്റം പറയുന്നത്? ചന്ദ്രെ നീ ഭയപ്പെടുകയൊന്നും വേണ്ട, നീ വേണ്ട എന്നുള്ള കാര്യം പറഞ്ഞാലും ഞാൻ പണം കൊടുക്കും. എന്റെ പേരക്കുട്ടി രേവതിയും അങ്ങനെ തന്നെയാണ്, ആരുടെടുത്തുനിന്നും ചുമ്മാ ഒന്നും വാങ്ങുന്ന ശീലമില്ല. രേവതി നീ പണം കൊടുക്ക്. രേവതിയുടെ അടുത്ത് പണം കൊടുക്കാൻ വേണ്ടി പറയുമ്പോഴേക്കും അത് വേണ്ട അച്ഛമ്മേ നിങ്ങൾ എന്ന് പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, നിന്റെ അടുത്തല്ലേ പണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ രേവതി തന്നെ പണം കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എടാ സുധി, ഇതാണ് ആദ്യത്തെ കൈനീട്ടെന്ന് വിചാരിച്ചോ? എന്റെ പേരക്കുട്ടിയുടെ കൈയിന്റെ രാശി ഉണ്ടല്ലോ, കളിമണ്ണും തങ്കമായിട്ട് മാറ്റും. അവള് കെട്ടുന്ന പൂവേ ഭഗവാന്റെ കഴുത്തിൽ വീഴുന്നതാണ്. അപ്പോഴേക്ക് രവിയും പറയുന്നുണ്ട്, അമ്മ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുടെ കല്യാണം നടന്നത് രേവതിയെ കെട്ടിയ മാല കൊണ്ടാണ്. അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും പറഞ്ഞത്, രേവതിയുടെ കയ്യിൽ നിന്ന് മേടിച്ച നിന്റെ വ്യാപാരം നന്നായിട്ടിരിക്കും, വാങ്ങിയിട്ട് പെട്ടിയിലിടാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സുധിക്ക് അതൊന്നും വലിയ ഇഷ്ടപ്പെടുന്നില്ല. ദേഷ്യഭാവത്തോട് കൂടിയിട്ട് അങ്ങനെ നിൽക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. സുധി മേടിക്കാണ്ട് ഇങ്ങനെ ചന്ദ്രയെ നോക്കി നിൽക്കുന്നത് കാണുമ്പോൾ അവളെന്താ നോക്കുന്നത്, മേടിക്കട എന്നുള്ള കാര്യം പറയുമ്പോൾ നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് പണം മേടിക്കാനോട്ടോ ചെയ്യുന്നത്. അങ്ങനെ പണം കൊടുത്തിട്ട് ബില്ലൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അച്ഛമ്മ, ചന്ദ്ര നീ ഒന്നും കൂടി വന്നേന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആൾക്കാരുടെ മുമ്പിൽ നിന്ന് മാറ്റിങ്ങ് നിർത്തുവാണ് കേട്ടോ. അമ്മ എന്താ വിളിച്ചതെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നീ നിന്റെ മനസ്സിൽ എന്താടി വിചാരിച്ചിരിക്കുന്നത്? നിന്റെ അഹങ്കാരം ഇച്ചിരി കൂടുന്നുണ്ടല്ലോ. എന്താ അമ്മ എന്താ ഇങ്ങനെ ചോദിക്കുന്നുള്ള കാര്യം ചോദിച്ചപ്പോ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മിണ്ടാതെ നിന്നത്. നീ ചെയ്യുന്നത് നിനക്ക് തന്നെ നന്നായിട്ട് തോന്നുന്നുണ്ടോ? എന്താ ഞാൻ എന്താ ചെയ്തതെന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോ നീ അറിയാത്ത പോലെ സംസാരിക്കണ്ട. എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് നീ എന്താ രേവതി അപമാനപ്പെടുത്തി സംസാരിക്കുന്നത്? അപ്പോഴേക്കും ചന്ദ്രമതി ബബ്ബ ഉണ്ട്, ഞാനൊന്നും സംസാരിച്ചില്ലല്ലോ. അവളെ സാധനം മേടിക്കാൻ വേണ്ടി വന്നപ്പോ നീ എന്താ വേണ്ടാത്ത ഒരാളെ പോലെ മാറ്റി നിർത്തുന്നത്? ആ പണക്കാരിയെ മുന്നിൽ കൊണ്ട് നിർത്തുന്നു. അവര് നമ്മളെ വീട്ടിലെ ബന്ധുവല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ബന്ധുക്കാരാണല്ലേ, അങ്ങനെ എല്ലാവർക്കും നീ ഒരേ മര്യാദ കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അമ്മയും വിളിക്കണ്ടേ? നീ എന്ത് മനസ്സിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്താ അവളുടെ മനസ്സ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എന്താ അവള് കാശ് കൊടുത്തിട്ട് ആദ്യം മേടിച്ചാൽ നിനക്ക് എന്താവാൻ വേണ്ടി പോകുന്നത്? അവളുടെ കൈ നല്ല രാശിയുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അവളുടെ വീട്ടില് തങ്കോ വൈരോ കെട്ടിക്കിടക്കുന്നത് എന്നുള്ള കാര്യം ചന്ദ്ര ചോദിക്കുമ്പോ നീ എന്താടി അഹങ്കാരത്തോട് കൂടി സംസാരിക്കുന്നത്? എന്താ സ്വർണവും വെള്ളിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവര് നിന്റെ കണ്ണിൽ മനുഷ്യന്മാരായിട്ട് തോന്നുള്ളൂ. ഇതൊന്നും ശരിയല്ല ചന്ദ്രേ. അത്രയും ആളുടെ മുമ്പിൽ വെച്ചിട്ട് അവളെ രാശിയില്ലാത്തതുപോലെ നടത്തിയല്ലേ നീ? അയ്യോ അമ്മേ, ഞാൻ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും നിന്റെ മനസ്സിലിരിപ്പ് എന്താന്നുള്ള കാര്യം എനിക്ക് അറിയില്ലേ? അതുകൊണ്ടല്ലേ നീ ആദ്യം അവളെ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് വിടാതെ തടുത്തത്? അങ്ങനെയൊന്നും ഇല്ല അമ്മേ, ഞാൻ വർഷയുടെ അമ്മ നന്നായിട്ട് ജീവിച്ച് പരിചയമുള്ള ആൾക്കാരല്ലേ, അവരുടെ ആശീർവാദം ഉണ്ടാവണമെന്ന് വിചാരിച്ചിട്ടാ എന്നൊക്കെ പറയുമ്പോ അവരിനു മാത്രം എന്ത് ജീവിതം ജീവിച്ചു എന്നാണ് നീ പറയുന്നത്? പോലെ ഒരാള് മുന്നിലേക്ക് കയറി വരുന്ന സമയത്ത് അവള് വിട്ടുകൊടുക്കണമായിരുന്നു. അവളാണെങ്കിൽ നിനക്ക് പറ്റിയതുപോലെ തന്നെയാണല്ലോ. അമ്മ എന്തിനാ ഇവിടെ വെച്ചിട്ട് എന്നെ ചീത്ത വിളിക്കുന്നത്? സുധിയുടെ ഭാവി കാലം നന്നായിരിക്കണമെന്ന് വിചാരിച്ചിട്ടല്ലേ? മതി ചന്ദ്രേ, എപ്പോ നോക്കിയാലും നിനക്ക് അവനെ കുറിച്ചുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. നീ അവനെ വല്ലാതെ തലയിൽ വെച്ച് ആടണ്ട. അവസാനം അത് തന്നെ നിനക്ക് എതിരായിട്ട് ഒരു ദിവസം വന്ന് ഭാവിക്കും. കുടുംബത്തിലെ എല്ലാവരും ഒന്നായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാവരും സമം തന്നെയാണ്, അത് നീ മനസ്സിൽ വെച്ചോ. രേവതിയെ ഇതുപോലെ ഇനി എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ഞാൻ വെറുതെ ഇരിക്കില്ല. എന്റെ പഴയ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയില്ലേ? വയസ്സായത് കൊണ്ട് ഞാന് സമാധാനമായിട്ട് നിൽക്കണമെന്ന് വിചാരിക്കാണ്. മര്യാദയ്ക്ക് നോക്കിയും കണ്ടും നടന്നോണം. ഇന്ന് എനിക്ക് ജോലി ഉള്ളത് കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്. ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ തീർത്ത് കളഞ്ഞേനെ. അവൾക്ക് ആരും ഇല്ല എന്നുള്ള കാര്യം നീ വിചാരിക്കണ്ട. അവൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് ഞാൻ വന്ന് നിൽക്കും, നീ ഓർത്തും കണ്ട് നിന്നോണം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിക്ക് കണക്കിന് കൊടുത്തിട്ട് പോവാണ് കേട്ടോ അച്ഛമ്മ. അവിടുന്ന് ആകെ സങ്കടപ്പെട്ടിട്ട് നിൽക്കുവാണ് നമ്മുടെ ചന്ദ്ര.